നമസ്കാരം, ആൽഗോ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ച് ബാക്ക് ടെസ്റ്റും ആൽഗോ ട്രേഡും ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ ബേസിക് ക്ലാസിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. ആദ്യ വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റാക്കി ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വൈൽ ലൂപ്പാണ്. ആദ്യം തന്നെ ഒരു സാമ്പിൾ പ്രോഗ്രാം റൺ ചെയ്യുന്നു. ഇവിടെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് വന്നതായി കാണാം. വൈൽ ലൂപ്പ് ഉപയോഗിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഇനി വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് നോക്കാം. വൈൽ ലൂപ്പിൽ ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിലെ കോഡ് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും കോഡ് എക്സിക്യൂട്ട് ആവും. ഈ പ്രോസസ്സ് കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ഇൻറ്റൻറ്റഡ് ആയിരിക്കും. ഇനി ഈ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് നോക്കാം. ആദ്യം തന്നെ n-ൻ്റെ വാല്യൂ 1 എന്ന് കൊടുക്കുന്നു. പിന്നെ വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ n<=10 എന്നാണ്. അതായത് n-ൻ്റെ വാല്യൂ 10നേക്കാൾ ചെറുതോ തുല്യമോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ n-ൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിലെ കോഡ് എക്സിക്യൂട്ട് ആവും. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൽ 2 ലൈനുകളാണ് ഉള്ളത്. ആദ്യത്തെ ലൈൻ പ്രിന്റ് n എന്നാണ്. അതായത് n-ൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അടുത്ത ലൈനാണ് n=n+1 എന്നത്. ഇവിടെ n-ലേക്ക് n+1 അസൈൻ ആകുന്നു. അതായത് n-ൻ്റെ വാല്യൂ 1 കൂടുന്നു. 1 എന്നുള്ളത് ഇവിടെ n-ൻ്റെ വാല്യൂ 2 ആയി മാറുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഈ 2 ലൈനുകളും എക്സിക്യൂട്ട് ആയതിനു ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ രണ്ടാമതും കണ്ടീഷൻ ട്രൂ ആയിരിക്കും. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള 2 ലൈനുകളും എക്സിക്യൂട്ട് ആകും. അതായത് n-ൻ്റെ വാല്യൂ ആയ 2 കൺസോളിൽ പ്രിൻ്റ് ആകും. പിന്നെ n-ൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആവും. ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. n-ൻ്റെ വാല്യൂ 11 ആകുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആകും. വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യും. n-ൻ്റെ വാല്യൂ ഓരോ തവണയും ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യുന്നത് കൊണ്ട് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ കൺസോളിൽ പ്രിന്റ് വന്നിട്ടുണ്ടാകും. വൈൽ ലൂപ്പിനെ കുറിച്ച് നമ്മൾക്ക് ഇത്രയും പഠിച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ ഫോർ ലൂപ്പിനെ കുറിച്ച് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.